വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് സർദോസി പഠിക്കാനാണ് പോകുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിയിൽ നിന്ന് വലിച്ചപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഊരി പോകുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സർദോസിയുടെ നീഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായത് ആരി വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നീഡിൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ തറ്റത്ത് നോക്കാണ്ടല്ലോ ഒരു ഗോൾഡൻ കളറ് ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തറ്റത്ത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് നല്ലൊരു ക്യാപ്പൊക്കെ ഉണ്ട്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിന് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് പെന്നൊക്കെ അയച്ച് വെക്കുന്ന പോലെ ഇതുപോലെ വെക്കാനും പറ്റും. പിന്നെ നമ്മുടെ നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5 ആണ്. കാണുന്നില്ല, ഇതാ 0.5 ആണ്. ഇവിടെ നമുക്കൊന്ന് തുളിപ് ജപ്പാൻ എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പം നമ്മുടെ അപ്പോൾ ഇത് പിടിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് വേണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു ഒന്നും കൂടി പരിചയപ്പെടാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സർദോസിയുടെ ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. അതായത് നമ്മുടെ ത്രെഡ് ഹൗസിനോ അല്ലെങ്കിൽ ഫാൻസി ഷോപ്പിനൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഇത് ഒരു ടങ്കീസ് ടൈപ്പ് ത്രെഡാണ്. ഇതിപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ പിടിച്ച് വലിച്ചാൽ പൊട്ടിക്കാൻ കഴിയില്ല. നമുക്ക് വേറൊരു ടൈപ്പ് ത്രെഡ് ഉണ്ട്, അതാണ് ഇത് നമുക്ക് ടങ്കീസ് ടൈപ്പ് അല്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചൊന്ന് ഇതാക്കി നമുക്ക് കണ്ടില്ലേ പൊട്ടിക്കാൻ കിട്ടും. പക്ഷേ ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടാത്തൊരു ടൈപ്പാണ്. നമ്മുടെ കൈ വേദനിക്കും എന്നല്ലാണ്ട് ഇതങ്ങനെ പൊട്ടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇത് ടങ്കീസ് ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് വാങ്ങാതെ മാക്സിമം എല്ലാവരും ഈ ഒരു ടൈപ്പ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ആ ഒരു തറ്റം, അതായത് ഈ ഒരു പോർഷൻ ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് 2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് തുടങ്ങാം. ഇതെങ്ങനെയാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതും പിന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്നത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാവുമ്പോൾ എനിക്ക് അത്ര ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീഡിൽ ജസ്റ്റ് നമ്മൾ ഇതുപോലെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ ഈ 2 വിരലോട് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിരലിടുന്ന് കാണുന്നില്ലേ 2 സ്ഥലത്ത്, അതുപോലെ ആ ഒരു സെൻറ്ററിലാണ് അപ്പോൾ ത്രെഡ് ഉള്ളത്. അപ്പോൾ അത് ത്രെഡ് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ത്രെഡ് കാണുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ത്രെഡ് കാണും. ത്രെഡ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു കറക്റ്റ് കാണും. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ തുളിപ് ജപ്പാൻ എന്നുള്ള ആ ഒരു സ്ഥലമില്ലേ, അവിടെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ താത്തു കൊടുക്കുക. താത്തു കൊടുത്തിട്ട് നമ്മളിതുപോലെ പതുക്കെ മുകളിലേക്ക് വലിച്ച് നമുക്ക് ആ സാധനം മുകളിലേക്ക് വന്നു. ഓക്കെ, ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊട്ട് അപ്പുറം തരാം, തൊട്ടടുത്ത് കാണുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ്, ഞാൻ ഒന്നുകൊണ്ട് സൂം ചെയ്ത് തരാം. കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുത്തിയിട്ട് താക്കുക ഒന്നുകൂടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ നൂലൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. അതായത് ഇതുപോലെ കണ്ടോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെയാണ്, ഇനി സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനും അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ അറിയത്തൊന്നുമില്ല. ഞാനിത് എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫാസ്റ്റ് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, ജസ്റ്റ് ഒരു ബിഗിനർ തന്നെയാണ്, പഠിച്ച് പാടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ നിന്നാൽ സിമ്പിളാണ് സംഭവം, വലിയൊരു പണിയൊന്നുമില്ല, വലിയൊരു ബുദ്ധിമുട്ടൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ഞാനിത് ഈ സ്പീഡ് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എനിക്ക് ആ ഒരു സ്പീഡുള്ളത്, എൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയൊരു സ്പീഡില്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ തിരിയും. നമ്മളിത് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനെ കുത്തി താത്തിട്ട് ഇതുപോലെ നീഡിൽ കറക്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇതെടുത്ത് ഇത് തിരിച്ച് പതുക്കെ ഇതുപോലെ എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക, ഇതുപോലെ ചെയ്യുക. പിന്നെ ഞാൻ ഒന്ന് പറയാൻ മറന്നുപോയി, അതായത് നമ്മൾ ഫ്രെയിം ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഫ്രെയിം ഇടുന്നത് പോലെ അല്ല ഇടുന്നത്. ഇതിൽ നമ്മുടെ ഈ അടിഭാഗമാണ് മുകളിലേക്ക് ഇടുന്നത്, കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബീഡ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, ബീഡ്സ് ഇട്ടാൽ ഇത് എവിടെയും പോവില്ല, കറക്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ നേരെ കുറച്ച് അപ്പുറം തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ബീഡ്സൊക്കെ ഇടുന്ന സമയത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വേറിപ്പോവും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ
ബീഡ്സ് കൂടി കോർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഡ്സ് ജസ്റ്റ് സർദോസിൽ ഈ നീഡിൽ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പോൾ 2-3 ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയവർക്ക് അങ്ങനെ ചെയ്യും. ഞാൻ അത്ര എക്സ്പീരിയൻസ് അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നോർമലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ നിന്ന് ഇതുപോലെ ത്രെഡ്, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അടിയിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ത്രെഡ് മുകളിലേക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. തൊട്ടടുത്ത് തന്നെ ഒന്നുകൂടി ലോക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആയിട്ടുണ്ട്. സൂം ചെയ്ത് തരാം. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ടെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ അത്ര എഡിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണണം എന്നുള്ളവർ മുഴുവനായിട്ട് കണ്ട് കാണുക. ഇത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുത്താൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇത് മുകളിലേക്ക് വരും. കണ്ടില്ലേ? അപ്പോൾ ഞാനും അത്ര ഈ ഒരു കാര്യത്തിൽ ഞാൻ അത്ര എക്സ്പീരിയൻസ് അല്ല, അപ്പോൾ എനിക്ക് അറിയുന്നത് പോലെ തന്നെയാണ് ഞാനും പറഞ്ഞിരുന്നത്. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഞാനും ട്രൈ ചെയ്ത് നോക്കുകയാണ്. 2 പ്രാവശ്യം 2 ബീഡ്സ് ഇട്ട് നോക്കാം. മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാനും ബിഗിനറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വലിയൊരു കുഴപ്പമുണ്ടെന്നല്ല, ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളിത് അത്ര എക്സ്പീരിയൻസ് അല്ലാത്തവർ ആദ്യം തന്നെ അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാതെ ശരിക്കും നമ്മളിതുപോലെ, എന്നാൽ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചാണ് നല്ല ഭംഗിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി സ്പീഡായിട്ട് കിട്ടുന്നുണ്ട്, വലിയൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇതുപോലെ അങ്ങ് സ്പീഡായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഈ ഒരു നോർമൽ സ്പീഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാവും, അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല ആ സംഭവം. നമ്മൾ കറക്റ്റ് നീഡിൽ അത് കൊളത്തി നിന്നില്ലെങ്കിൽ അതിങ്ങനെ വരില്ല. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ കെട്ടിടുന്നതും കൂടി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്യുക, അടിയിൽ നിന്ന് ഈ ഒരു ഇത് ഇതുപോലെ താത്ത് കൊടുക്കാം. ഓക്കെ, താത്തിട്ട് അടിഭാഗത്തു നിന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് ഡയറക്റ്റ് അപ്പുറത്തേക്ക് മറിച്ചാൽ ഇവിടെയുള്ള ബീഡ്സൊക്കെ നിലത്തേക്ക് പോകും. അതുകൊണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇനി ജസ്റ്റ് മുകളിലേക്ക് എടുത്തിട്ട് താഴേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ലെങ്ത്തായിട്ട് ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴേന്ന് നീഡിലെടുത്തിട്ട് നമ്മളിതിനൊന്ന് കൊളത്തിയിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് കൊളത്തിയിട്ട് ഇതിനെ താഴേക്ക് വലിക്കുക. ഓക്കെ, ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കൊളത്തി വലിക്കുകയാണ് ചെയ്യുന്നത്. അതത്ര ലെവലാകുന്നില്ല, കാരണം ഫ്രെയിം ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒരു കൈയോട് പിടിച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് അത്ര ലെവലാകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ താന്നപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ അടിയിൽ നിന്ന് ഇത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കയ്യിലുള്ള ത്രെഡും ഈ ത്രെഡ് രണ്ടും കൂടി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കെട്ടിടാൻ വേണ്ടി നിന്നാൽ എൻ്റെ ബീഡ്സൊക്കെ താഴേക്ക് പോകും. അതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് അടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ താഴേക്ക് എടുത്ത് കഴിഞ്ഞാൽ 2 ത്രെഡും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചും ബീഡ്സ് വെക്കാനും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലൊക്കെ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ഇടുന്നത് കാണിച്ചു തന്നില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട. ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ല, നമ്മൾ അടിയിൽ നിന്ന് വലിച്ചെടുത്ത ആ ഒരു ത്രെഡാണ്. ഇത് നമ്മൾ നോർമലായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ത്രെഡാണ് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് സാധാരണ നോർമലായിട്ട് കെട്ടിടുന്ന പോലെ ഒന്ന് ഇതുപോലെ അങ്ങ് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വേറെ രീതിയിലും കെട്ടിടാം, പക്ഷെ അങ്ങനെ കെട്ടിട്ടുമ്പോൾ അത്ര ഒരു ഫിനിഷിങ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ സർദോസിൻ്റെ ആരി വർക്കിൻ്റെ വീഡിയോസ് അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ആരി വർക്കിൻ്റെ തന്നെ ഒരു ബ്രൈഡലിന് വേണ്ടിയിട്ടല്ല, അതുപോലത്തെ ഒരു വീഡിയോ, അതൊരു ഷാള് വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.